ഇന്ന് ഞാനൊരു ബേസിക് വീഡിയോ ആണ് ഇവിടെ ഇടുന്നത്. എന്നോട് കുറേ പേര് ഈ വിപ്പിംഗ് ക്രീം ബീറ്റർ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുറേ ഏറെ നേരം ഒരേ സ്പീഡിൽ ബീറ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ആക്കിയെടുക്കാവുന്നതാണ്. അത് പക്ഷേ കുറേ സമയം വേണം, അതുപോലെ നമ്മുടെ കൈ കുറച്ചൊന്ന് വേദന എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് മിക്സിയിൽ ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. ഇവിടെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ വലിയ ജാറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതൊരു 1 മണിക്കൂറോളം ഞാൻ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ബീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീമും നന്നായിട്ട് തണുത്ത വിപ്പിംഗ് ക്രീമാണ്. ഇതിവിടെ ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിലുള്ള ഈ വിപ്പിംഗ് ക്രീം എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി ഇതിന് മധുരം ഉള്ളതാണ്. അതുകൊണ്ട് ഞാനിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള വിപ്പിംഗ് ക്രീമിന് മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര വേണം. ഒരു 1 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര പൊടിച്ചത് നമുക്ക് ആവശ്യമാണ്. നമുക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ വിപ്പിംഗ് ക്രീമും പഞ്ചസാരയും കൂടാതെ നമുക്കൊരല്പം വനില എസൻസ് കൂടി വേണം. അത് നമ്മളിത് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്കിനി ഇത് അടച്ചു വെച്ച് ഹൈ സ്പീഡിൽ ഒരു 5 മിനിറ്റ് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നോക്കിയാൽ കാണാം നമ്മുടെ വിപ്പിംഗ് ക്രീം കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം ആണെങ്കിൽ ഈ സമയം നിങ്ങൾക്കിതിലേക്ക് ആ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ഇതുപോലെ ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വീണ്ടും ഞാനൊരു 5-6 മിനിറ്റ് കൂടിയേ ബീറ്റ് ചെയ്തുള്ളൂ. അന്നേരം തന്നെ ഇതിപ്പം നന്നായിട്ട് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിതൊന്ന് പൈപ്പിംഗ് ബാഗിലാക്കി കാണിക്കുകയും കൂടി ചെയ്യാം. നമുക്കൊന്ന് പൈപ്പ് ചെയ്ത് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഇതിപ്പോൾ ഞാൻ ഈ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് പൈപ്പ് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ സാധാരണ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തുണ്ടാക്കുന്ന പോലെ തന്നെ ഇതിപ്പോൾ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിലും അതുപോലെ ഹാൻഡ് മിക്സർ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വിപ്ഡ് ക്രീം ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. മിക്സിയിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.